ഒരു ദിവസം ഒരു കെട്ടിടം രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി. കാതടപ്പിക്കുന്ന ഗൺഷോട്ട് ഇല്ല, എക്സ്പ്ലോഷൻസ് ഇല്ല, വെറും ഹാൻഡ് ടു ഹാൻഡ് ബ്രൂട്ടാലിറ്റി കൊണ്ട് ഇതിഹാസം തീർത്ത ആക്ഷൻ സിനിമ, ദി വൺ ആൻഡ് ഓൺലി ദി റെയ്ഡ് റിഡംപ്ഷൻ. എഗെയിൻ വെൽക്കം ബാക്ക് ടു അബ്സല്യൂട്ട് സിനിമ. അബ്സല്യൂട്ട് സിനിമയുടെ 8th എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവുമായിട്ടുള്ള സ്വാഗതം. ഗാരത്ത് ഇവാൻസിന്റെ സംവിധാനത്തിൽ 2011 പുറത്തിറങ്ങിയ ഒരു അത്യുഗ്രൻ ഇന്തോനേഷ്യൻ ആക്ഷൻ സിനിമയാണ് ദി റെയ്ഡ് റിഡംപ്ഷൻ. ആകെ 1 മണിക്കൂർ 42 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഈ ആക്ഷൻ സിനിമയിലെ ഒരു സെക്കൻഡ് പോലും ആക്ഷൻ പ്രേമികളായിട്ടുള്ള പ്രേക്ഷകന് സിനിമയിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിക്കും. സിനിമയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് സംവിധായകന്റെ കൈയടക്കത്തെ അഭിനന്ദിക്കാതെ വയ്യ. ഒരു ലിമിറ്റഡ് ലൊക്കേഷൻ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ തുറന്നു കാട്ടി ചിത്രീകരിച്ച ഒരു മാസ്റ്റർ പീസ് ഐറ്റം. മാർഷൽ ആർട്സ് ഉപയോഗിച്ചുകൊണ്ട് സിനിമയെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോയ ചുരുക്കം ചില സിനിമകളിലൊന്ന്. ചിത്രത്തിൽ എന്നെ ഏറെ ആകർഷിച്ചത് ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറി ലൈനാണ്. ഒരു പോലീസ് സ്പെഷ്യലിറ്റി സിറ്റിയിലെ ക്രൈം മുഴുവനായിട്ട് നിയന്ത്രിക്കുന്ന വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള വില്ലന്മാർ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റ് റെയ്ഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അതിനായി അവർ നടത്തുന്ന ഒറ്റ ദിവസത്തെ ഓപ്പറേഷനാണ് സിനിമ സംസാരിക്കുന്നത്. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ എക്സിക്യൂഷൻ ലെവല് ഒന്നുകൊണ്ട് മാത്രമാണ് സിനിമ ഒരു ക്ലാസിക് സ്റ്റഫായിട്ട് മാറുന്നത്. ആ ഒരു തലത്തിലേക്ക് ആ സിനിമയെ നയിച്ച സംവിധായകന് തന്നെയാണ് ആദ്യത്തെ കൈയടി. ഈ സിനിമയുടെ ആത്മാവും പരമാത്മാവും ഈ സിനിമയുടെ ഫൈറ്റ് കൊറിയോഗ്രാഫി തന്നെയാണ്. സിലാറ്റ് മാർഷൽ ആർട്സ് എന്ന ഇന്തോനേഷ്യൻ മാർഷൽ ആർട്സ് സ്റ്റൈലാണ് സിനിമയിൽ കൂടുതലായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത് സാധാരണ കാണാറുള്ള ആക്ഷൻ സിനിമയിലേതുപോലെ വയർ വർക്ക്സ് സിനിമയിൽ കാണാനേ ഇല്ല എന്നുള്ളതാണ്. സൂപ്പർ ഹീറോ പരിവേഷത്തിലേ അല്ല നായകൻ്റെ പ്രകടനം. വളരെ ഗ്രൗണ്ട് ലെവലിൽ നിന്നുകൊണ്ടുള്ള ആക്ഷൻ സീനായതുകൊണ്ട് ആക്ഷൻ സിനിമ കാറ്റഗറിയിലെ തന്നെ വൺ ഓഫ് ദി ഗോഡ് ഐറ്റമായിട്ട് തന്നെയാണ് ഈ സിനിമ വ്യക്തിപരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്നെ ഏറെ ആകർഷിച്ചത് ഇതിലെ ഓരോ ഇടിയിലും കാണുന്ന പ്രേക്ഷകർക്കും പെയിൻ ഫീൽ ചെയ്യണമെന്ന അണിയറ പ്രവർത്തകരുടെ നിർബന്ധ ബുദ്ധിയാണ്. അതുപോലെ ഇതിലെ ഫൈറ്റ് സീക്വൻസ് നടക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ സാധാരണ സിനിമയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. നാരോ കോറിഡോർ, സ്റ്റെയർ കേഴ്സ്, ചെറിയ മുറികൾ എന്നിങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ഫൈറ്റിന് യാതൊരു സാധ്യതയുമില്ലാത്ത ലൊക്കേഷൻസാണ് സിനിമയുടെ ഫൈറ്റ് സീക്വൻസ് കൊറിയോഗ്രാഫി ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനെ കൂടുതൽ ബ്രൂട്ടലാക്കുന്നതും കൂടുതൽ എൻഗേജിങ് ആക്കുന്നതും ആക്ഷൻ കൊറിയോഗ്രാഫിയിൽ അവർ സ്വീകരിച്ചിട്ടുള്ള 1-2 നയങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, ഒരു മുറിയിൽ ഫൈറ്റ് നടക്കുന്നു. ആ മുറിയിലുള്ള പ്രോപ്പർട്ടികൾ തന്നെയാണ് ആ ഒരു പർട്ടിക്കുലർ ഫൈറ്റ് സീക്വൻസിലെ ടൂളായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആക്ഷൻ സീക്വൻസുകളെല്ലാം തന്നെ കൂടുതൽ റിയാലിറ്റി ഉള്ളതായിട്ട് കാണുന്ന പ്രേക്ഷകന് തോന്നുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള ഏച്ചുകെട്ടലും ഇല്ലാതെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന, വളരെ ബ്രൂട്ടലായിട്ട് നടക്കുന്ന ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ്. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ കാണുന്ന ആക്ഷൻ പ്രേമികൾക്ക് നൽകുന്നത്. ആക്ഷൻ സീനുകൾ കൂടുതൽ ഇൻറ്റൻസായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഇതിൻ്റെ ക്യാമറ വർക്ക് എക്സ്ട്രാ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. വളരെ ടൈറ്റായിട്ടുള്ള ഫ്രെയിമിങ്ങും ഹാൻഡ് ഹെൽഡ് ക്യാമറാസ് യൂസ് ചെയ്തതും സിനിമയെ കൂടുതൽ മികച്ചതാക്കി മാറ്റി. എസ്പെഷ്യലി സ്റ്റെയർ കേസ് ഫൈറ്റ്, നാരോ കോറിഡോർ ഫൈറ്റ് എന്നിവയുടെ ക്ലാസ്ട്രോഫോബിക് ഫീൽ പെർഫെക്റ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്ത് കറക്റ്റായിട്ട് പ്രേക്ഷകരിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. ഇതിൻ്റെ ക്യാമറ വർക്കിനെ എക്സ്ട്രാ ഓർഡിനറി ആക്കുന്നതും ഈ ഒരു സവിശേഷതയാണ്. അതേപോലെ വ്യക്തിപരമായിട്ട് എനിക്ക് കൂടുതൽ ആക്ഷൻ സീക്വൻസുകൾ ഇഷ്ടപ്പെടാനുള്ള കാരണം ലോങ് ടേക്കുകൾ ആക്ഷൻ സീക്വൻസുകളിൽ ഉപയോഗിച്ചു എന്നതാണ്. അത് ആ ഒരു കണ്ടിന്യൂറ്റി നിലനിർത്തുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. ആ ഇടിയിൽ തന്നെ ആ ഒരു പർട്ടിക്കുലർ ഫൈറ്റ് സീക്വൻസ് തന്നെ നമ്മുടെ മനസ്സ് തങ്ങി നിൽക്കും. അവിടെ എന്ത് സംഭവിക്കും എന്നുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി നമ്മളിൽ ബിൽഡ് ചെയ്യാൻ തുടങ്ങും. അതൊരു എക്സ്ട്രാ ഓർഡിനറി ഫീലാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തന്നിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളതും വളരെ ക്ലീൻ ആയിട്ടുള്ളതുമായിട്ടുള്ള എഡിറ്റിംഗ് സ്റ്റൈൽ. സിനിമയിലെ ഓരോ പഞ്ചും, ഓരോ കിക്കും, ഓരോ ഹൈ മൂവ്മെൻറ്റ്സും കൃത്യമായിട്ടുള്ള ഇമ്പാക്റ്റ് പ്രേക്ഷകരിലേക്ക് കണക്ട് ചെയ്യാൻ എഡിറ്റിങ് വലിയ രീതിയിൽ തന്നെ സിനിമയെ സഹായിച്ചിട്ടുണ്ട്. കിടിലം എക്സ്പീരിയൻസ്. വളരെ മിനിമലാണെങ്കിലും ഇൻറ്റൻസ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും സൈലൻസിനെ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് സസ്പെൻസ് ബിൽഡ് ചെയ്യുന്ന ആ ഒരു രീതിയും സിനിമയിലെ ആക്ഷൻ സീനുകളെ കൂടുതൽ എൻഗേജിങ് ആക്കുന്നുണ്ട്. മൊത്തത്തിൽ ക്യാമറ വർക്കിനോടും എഡിറ്റിങ്ങിനോടും കട്ടയ്ക്ക് നിൽക്കുന്ന സൗണ്ട് ഡിസൈനും കൂടി ആകുമ്പോഴത്തേക്കും പീക്ക് ലെവൽ എക്സ്പീരിയൻസ് ആണ് ഒരു ആക്ഷൻ പ്രേമിയെ കാത്തിരിക്കുന്നത്. നായക നടന്മാരുടെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇക്ക ഉനൈസ് എന്ന നായകനടനാണ് സിനിമയിൽ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. ഫിസിക്കലി വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോളാണിത്. പക്ഷേ വളരെ കൺവിൻസിങ് ആയിട്ടാണ് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുള്ളത്. എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആയിരുന്നു. ഓവറായിട്ടുള്ള ഇമോഷൻസ് ഇട്ട് ആ ഒരു പർട്ടിക്കുലർ സീനിൻ്റെ ഭംഗി കളയാതെ ആക്ഷൻ ഡോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രേക്ഷകരെ നായകനിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത്. വളരെ ഡാർക്ക് മൂഡിലുള്ള ഒരു കളർ പാറ്റേണോട് കൂടി സിനിമയിലേക്ക് വരുന്നതോടുകൂടി സിനിമ കൂടുതൽ അട്രാക്റ്റീവ് ആവുന്നുണ്ട്. ആ ഒരു മൂഡിനോട് കറക്റ്റായിട്ട് ചേർന്ന് പോകുന്നുണ്ട് പ്രേക്ഷകർ. മൊത്തത്തിൽ നിങ്ങളൊരു ആക്ഷൻ സിനിമ പ്രേമിയാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു ട്രീറ്റാണ് ഈ സിനിമ. ആക്ഷൻ സിനിമകളുടെ തന്നെ കംഫർട്ട് സോൺ തകർത്ത ഒരു ലാൻഡ്മാർക്ക് മൂവി.
അത് തന്നെയാണ് ദി റെയ്ഡ് റിഡംഷൻ. ഇപ്പോൾ ജോൺ വിക്ക്, എക്സ്ട്രാക്ഷൻ, ഡെയർ ഡെവിൾ പോലുള്ള ആക്ഷൻ സിനിമകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഈ സിനിമയുടെ ഇൻഫ്ലുവൻസ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഡയറക്ഷൻ, ആക്ഷൻ കൊറിയോഗ്രാഫി, എഡിറ്റിംഗ്, സൗണ്ട് ഡിസൈൻ, ക്യാമറ എല്ലാം കൂടി ചേർന്ന് വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ഷൻ ഫിലിം എവർ മേഡെന്ന് നിസ്സംശയം പറയാവുന്ന ഒരു പക്ക പീക്ക് ലെവൽ പരിപാടിയാണ് ദി റെയ്ഡ് റിഡംഷൻ. 2011 ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പീപ്പിൾ ചോയ്സ് അവാർഡ് ഈ സിനിമ സ്വന്തമാക്കുകയുണ്ടായി. ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകനാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു സിനിമാനുഭവം തന്നെയാണ് ദി റെയ്ഡ് റിഡംഷൻ. ആൻഡ് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ആൻഡ് വൺസ് അഗെയിൻ ദിസ് ഈസ് റോയ് സൈനിങ് ഓഫ്. ഗോ വാച്ചിങ് അബ്സല്യൂട്ട് സിനിമ. ബൈ.